നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എക്കാലത്തോ ഇല്ലാതെ പോയ ഒരു ബൗദ്ധ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ദീർഘനാളത്തെ ഒരു ഫലമാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്ന വിവിധ വിശ്വാസ ആശയ ധാരകളെ ഉല്ലംഘിച്ചുകൊണ്ടാണ് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും കാര്യകാരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തത്വസംഹിത, ഒരു ജീവിത വീക്ഷണം, ഒരു ജീവിത രീതി മഹാനായ ബുദ്ധൻ നമുക്ക് നൽകി. അത് കേരളത്തിൽ, ഇന്ത്യയിലും വിവിധ അധിനിവേശങ്ങളുടെ ഘട്ടത്തിൽ നമ്മുടെ പൂർവികർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ ജാതി വ്യവസ്ഥകളുടെ കാരണവും അടിച്ചമർത്തലുകളുടെ കാരണവും ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ വിശ്വാസധാരയായി പിൻപറ്റിയത് ബുദ്ധ മതത്തിൻ്റെ ആശയങ്ങളെയാണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് ബുദ്ധമതത്തെ ഇല്ലായ്മ ചെയ്യുകയും നൂറ്റാണ്ടുകളുടെ മാർജിനൈസ്ഡ് ജീവിതത്തിന് ശേഷം ചരിത്രത്തെയും സമൂഹത്തെയും വീണ്ടെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ബുദ്ധനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയുമാണ് ഇന്ന് ഇന്ത്യയെമ്പാടും കണ്ടുവരുന്നത്. സ്നേഹത്തിന്റെയും കരുണയുടെയും സാഹോദര്യത്തിന്റെയും ആശയങ്ങൾ പേറിയുള്ള ഈ യാത്രയ്ക്ക് വലിയൊരു തുടക്കം കുറിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒരു ജനാധിപത്യ ജീവിത വ്യവസ്ഥിതി, എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന, എല്ലാവരെയും സ്നേഹത്തോടെ പരിഗണിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതി ഈ രാജ്യത്ത് പുലരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാമാണ് ഈ ബുദ്ധമതത്തെ വീണ്ടെടുക്കുവാനുള്ള പരിശ്രമത്തിൽ ചേർന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്നിവിടെ കടന്നു വന്ന നമ്മുടെ സഹോദരന്മാർ ആയിട്ടുള്ള ബുദ്ധഭിക്ഷുക്കൾ കേരളത്തിൽ ബുദ്ധമത ആശയത്തെ ജനകീയവൽക്കരിക്കുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്യും. അതിന് അവർക്കുള്ള അവസരം, അവർക്കുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു പുതിയ ഉദ്ധാനമാണ്. ഉദ്ധാനം പുനരുദ്ധാനം, നിന്ദിതരുടെ പീഡിതരുടെ പുനരുദ്ധാനം. ജയ് ഭീം, നമോ ബുദ്ധായ.